LDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി? വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? പിണറായി തുടരുമോ? യുവാക്കൾ നേതൃസ്ഥാനത്ത് വരുമോ? ആ ചർച്ച അവിടെ നിൽക്കട്ടെ, നിർത്തിക്കോ. ഇവിടെ LDF അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷം അധികാരത്തിലേക്ക് വീണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമായി വന്നാൽ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, പ്രതിപക്ഷം എന്നൊരു സംഭവം ഈ നാട്ടിൽ ഉണ്ടാവില്ല. അവസാനമായി നടക്കുന്ന മുറിവിളിയുണ്ടല്ലോ കോൺഗ്രസിന്റെ, ഈ ആൾക്കൂട്ട ബഹളവും സ്റ്റേജിലുള്ള അടിപിടിയും അറിയാതെ പൊങ്ങി വരുന്ന തമ്മിത്തല്ലും ഒക്കെ, ഇതെല്ലാം അവസാന ബസ്സിൽ കയറിപ്പറ്റാനുള്ള ലാസ്റ്റ് ശ്രമങ്ങളാണ്. അതില്ലാതായാൽ ഒരു പാർട്ടിയാണ് ഇല്ലാതാവുക. കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ, പ്രകടനങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്നും പ്രതിരോധത്തിലാവുന്ന പ്രതിപക്ഷം LDF സർക്കാർ 3ാം വട്ടം വന്നാൽ പിടിച്ചു നിർത്താൻ പാടുപെടും. നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുന്ന നേതാക്കളെ ഷാഫി തണ്ടല് വെച്ച് ഇങ്ങനെ പെടലിക്ക് ചേർത്ത് പിടിച്ചില്ലേ, അതേപോലെ പിടിച്ചു നിർത്തേണ്ടി വരും. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് വണ്ടി കയറിപ്പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് കാണാതിരിക്കാൻ. പ്രതിപക്ഷമില്ലാത്ത ഒരു നാടായി കേരളം മാറും. നിങ്ങളുടെ മുമ്പിൽ അരക്കിട്ടുറപ്പിച്ച പോലെ നിങ്ങളുടെ സൊല്യൂഷൻ മേക്കറായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ലീഗ് ഉണ്ടല്ലോ, 10 വർഷം അകാരണമായി പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗ്, 15ാം വർഷവും നിങ്ങൾ പ്രതിപക്ഷത്തേക്ക് പോയാൽ ലീഗും LDF-ലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ഇരുന്നാൽ എത്ര നേതാക്കൾ BJP-യിലേക്ക് കുത്തൊഴുകി പോകും? അതിൽ തലതൊട്ടപ്പന്മാരുണ്ടാകുമോ? യുവ നേതാക്കൾ ഉണ്ടാകുമോ? ആകെ മൊത്തം പോകുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പ്രതിപക്ഷം ഇല്ലാതാവുക എന്നുള്ളതല്ല, മറിച്ച് LDF-ലേക്ക് ലീഗ് വരുന്നതടക്കം, അതുപോലെ തന്നെ BJP-യിലേക്ക് പോകുന്ന തലമുതിർന്ന നേതാക്കളുടെ എണ്ണം, ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയം മാസങ്ങൾക്കകം കാണാനിരിക്കുന്നത്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന സീറ്റ് തർക്കങ്ങൾ, ഇപ്പോൾ നടക്കുന്ന സീറ്റ് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന് പിടിച്ചമർത്തി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് വരാൻ പോവുകയായിരിക്കും ആ തോൽവിയിലൂടെ എന്നുള്ളതാണ്. BJP ഇങ്ങനെ ശക്തിയായി കേരളത്തിൽ വരുമോ? BJP-യിലേക്ക് എത്ര നേതാക്കൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ BJP-ക്ക് വേണമെങ്കിൽ തുടങ്ങാമെന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, LDF സർക്കാർ 3ാം പ്രാവശ്യവും ഇവിടെ വരുമ്പോ വർഗീയതയ്ക്ക് ഒരു നിലം നൽകാത്ത മണ്ണായി കേരളത്തെ നിലനിർത്തുമെന്ന് പിണറായി സർക്കാർ പ്രതിജ്ഞ പോലെ പറഞ്ഞു വെച്ചിടത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. ഇന്ത്യയിൽ മുഴുവൻ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോ, ഈ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് കാസർഗോഡ് നിന്നും പാറശാലയിൽ നിന്നുമുള്ള അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് വർഗീയവാദികൾക്കുമേൽ. ഒരു കാരണവശാലും ഇവിടെ വർഗീയത വളരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് BJP-യിൽ പോയി, BJP ശക്തമായാലും എതിർകക്ഷി LDF ആയതുകൊണ്ട് തന്നെ വർഗീയ നിലമായി നാട് മാറില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.